ഇന്ന് ലോകം ഒരു ആത്മീയ മുരടിപ്പിലൂടെ മന്ദതയിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ കാരണം ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആത്മീയ സന്തോഷവും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകം നൽകുന്ന ലൈംഗിക സന്തോഷവും തൃപ്തിയും അതുമതി മനുഷ്യജീവിതത്തിൽ നിന്നുള്ള ഒരു മിഥ്യാധാരണ സാത്താൻ അനേകരിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. തൽഫലമായി അനേകർ പാപത്തിൻ്റെ പിടിയിലാണ്. അമ്മ പറയുകയാണ്, മക്കളെ, പൈശാചികമായ ഒരു തകർച്ച ആത്മാക്കളെ വഞ്ചിച്ചുകൊണ്ട് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പൈശാചികമായ ഒരു വഞ്ചന, ഒരു തകർച്ച ആത്മാക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അനേകം മക്കളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ന് ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വീണ്ടും അമ്മ പറയുകയാണ്, ഉയർന്ന സ്വരത്തിൽ കണ്ണീരോടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് അവരോട് ആഹ്വാനം ചെയ്യുന്നു. ഉയർന്ന സ്വരത്തിൽ കണ്ണീരോടെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, സാത്താനെ ചെറുത്തു തോൽപ്പിക്കുവിൻ. അതിനുള്ള ആയുധമാണ് ഈ ജപമാല. ഉയർന്ന സ്വരത്തിൽ കണ്ണീരോടുകൂടി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അമ്മയുടെ സ്വർഗത്തിൻ്റെ സ്വരമാണ്, സ്വർഗീയ രാജ്ഞിയുടെ യാചനയാണിത്. അമ്മ വീണ്ടും 3 കാര്യങ്ങൾ പറയുകയാണ്. ജപമാല പ്രാർത്ഥന, കൗദാശിക ജീവിതം, സഹന ജീവിതം, ഇവ സ്വീകരിക്കുവാൻ ഈ അമ്മയുടെ കണ്ണീരോട് ചേർന്ന് അലിഞ്ഞു ചേർന്ന് നിങ്ങൾ തയ്യാറാവുക. അമ്മയോടൊപ്പം ജപമാല പ്രാർത്ഥനയിലും കൗദാശിക ജീവിതത്തിലും സഹന ജീവിതത്തിലും ഇവ സ്വീകരിക്കുവാൻ ഈ അമ്മയുടെ കണ്ണീരോട് ചേർന്ന് അലിഞ്ഞു ചേരുവാൻ നിങ്ങൾ തയ്യാറാകുക. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ പേര് വെളിപ്പെടുത്തുകയാണ്, വെളിപാടിലെ കന്യക. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെക്കുറിച്ചാണെന്ന് അമ്മ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അമ്മ പറയുകയാണ്, വെളിപാടിലെ കന്യകയായ ഈ അമ്മയോടൊപ്പം, വെളിപാടിലെ കന്യകയായ ഈ അമ്മയോടൊപ്പം കറുത്ത മൃഗമായ സാത്താനെ തോൽപ്പിക്കുവാനായി എന്നും ജപമാല ചൊല്ലുക. സാത്താനെ തോൽപ്പിക്കുവാനായി എന്നും ഈ ജപമാല ചൊല്ലുക. വീണ്ടും അമ്മ എടുത്തു പറയുന്നു, കൂദാശാനുഷ്ഠാനങ്ങളിലും വിശുദ്ധിയുള്ള ജീവിതത്തിലും നിങ്ങൾ തൽപരരായിത്തീരുക. അതിന് നിങ്ങളെ സഹായിക്കും ഈ കുരിശിനാൽ കേന്ദ്രീകൃതമായ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാല പ്രാർത്ഥന. കൂദാശാനുഷ്ഠാനങ്ങളിലും വിശുദ്ധമായ ജീവിതത്തിലും ഒരു താല്പര്യം നമ്മിൽ അങ്കുരിപ്പിക്കും. വീണ്ടും അമ്മ പറയാണ്, ജപമാല പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരായി തീരുക. പ്രൈസ് ദി ലോർഡ്.